ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം ഈ പെൺകുട്ടി പറയുന്ന മുഴുവൻ ബുദ്ധിശൂന്യതയ്ക്കും കാരണം അവളുടെ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ മദ്രസ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഡാറ്റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് നാൾ അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. അങ്ങനെ ബുദ്ധമതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഒരു മതം കൊടുക്കേണ്ട മാനസികമായ നീതി ബുദ്ധമതത്തിൽ കിട്ടുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയാണ്. ഒരുപാട് നാൾ അദ്ദേഹം ചർച്ചിലും ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ അവിടെയും അദ്ദേഹത്തിന് ഒരു മതം മനുഷ്യന് കൊടുക്കേണ്ട നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2025 നമ്മൾ നോക്കുമ്പോൾ ഡാറ്റോയി എന്ന് പറയുന്ന വ്യക്തി ഷെയ്ഖ് ഹുസൈനി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇസ്ലാമിനെ വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിക്കും ഇസ്ലാം മതത്തിനെ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയ മദ്രസ വിദ്യാഭ്യാസത്തിനെ വീണ്ടെടുക്കാൻ ഓഫ്ലൈനിലും ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സെൻസ് ഇസ്ലാമിക് വിർച്വൽ സ്കൂൾ പോലുള്ള ഓൺലൈൻ മദ്രസകളാണ്. 1-to-1 ക്ലാസ്സസ്, ഏത് സമയത്തും അവൈലബിൾ ആയ ട്യൂട്ടേഴ്സ്, മെയിൽ ടു ഫീമെയിൽ ട്യൂട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കുമ്പോഴും ഇതേപോലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുക.